വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ലിവർപൂൾ വേഴ്സസ് ബ്രെൻറ്റ്ഫോർഡ് മാച്ചിനെ കുറിച്ചാണ്. അർനെ സ്ലോട്ടിൻ്റെ ലിവർപൂളും അതുപോലെ തോമസ് ഫ്രാങ്കിൻ്റെ ബ്രെൻറ്റ്ഫോർഡിൻ്റെ ഹോമിൽ വെച്ചിട്ടാണ് മാച്ച് നടക്കുന്നത്. ബ്രെൻറ്റ്ഫോർഡിന് ഹോമിൽ അത്യാവശ്യം നല്ല ഫോം ഉണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ ഒരു 4 മാച്ച് നോക്കുവാണെങ്കിൽ മാൻ സിറ്റിയോട് സമനില, അതുപോലെ തന്നെ ആർസണലിനോട് തോൽവി, നോട്ടിംഗ്ഹാമിനോട് തോൽവി, ഇപ്പം അവർക്ക് ലിവർപൂളിനോടും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. അവരുടെ ഹോം ഫോം ഭയങ്കര മോശമാണ് നിലവിൽ എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. സോ മാച്ചിലേക്ക് അങ്ങോട്ട് വരികയാണെങ്കിൽ 2-0 ഒരു ജയമാണ് ലിവർപൂളിന് നേടാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പോൾ രണ്ട് ടീമും നല്ല ഫൈറ്റാണ് അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ബ്രെൻറ്റ്ഫോർഡിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ അവർ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, ബ്രില്യൻ്റ് ആയിട്ട് അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരുടെ വാൻഡർബർഗ് ആണെങ്കിലും കോളിൻസ് ആണെങ്കിലും പോർട്ടർ ആണെങ്കിലും റോയ്സ്ലോ ആണെങ്കിലും അവരുടെ ഡിഫെൻസീവ് ലൈൻ സെറ്റായിരുന്നു. പിന്നെ എന്താ പറയുക, ഇപ്പോൾ അവർക്ക് സെല 7 ചാൻസ് ഈ മാച്ചിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സംതിങ് എക്സ്ട്രാ ഓർഡിനറി സെലനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നതിൽ അവർ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ലൂയിസ് ഡിയാസിനെ അവർ കംപ്ലീറ്റ്ലി പൂട്ടിക്കളയുന്നുണ്ട്. ഗ്യാക്പോക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. പിന്നെ ഫ്ലക്കൻ നല്ല സേവുകൾ നടത്തുന്നുണ്ട്. ഫ്ലക്കനെ ലിവർപൂൾ എത്രത്തോളം ടെസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ഓൺ ടാർഗറ്റിലേക്ക് ഷോട്ട്, അതായത് ഫ്ലക്കൻ നേരിട്ട് ഓൺ ടാർഗറ്റ് ഷോട്ടുകളിൽ ചിലത് മാത്രമാണ് അദ്ദേഹത്തിന് കുറച്ചധികം എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ഷോട്ട് ഒന്നെങ്കിൽ നേരെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഷോട്ട്സ് ഭയങ്കര വീക്കായിരിക്കും. അപ്പം ബ്രെൻറ്റ്ഫോർഡിൻ്റെ ഡിഫൻസ് ഭയങ്കര അവെയറായിരുന്നു അവർ നേരിടാൻ പോകുന്ന ത്രെറ്റിനെ കുറിച്ച്. എസ്പെഷ്യലി സോബോസ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അറിയാലോ, സോബോസ്ലൈൻ്റെ പേസ്, ബോൾ ക്യാരി ചെയ്യാനുള്ള എബിലിറ്റി, ഷോട്ട് എടുക്കാനുള്ള എബിലിറ്റി, മൂപ്പര് റൈറ്റിൽ സെലക്ക് പാസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ അതൊക്കെ നമുക്കറിയാം. സോ അതിൻ്റെ കാര്യത്തിൽ ബ്രെൻറ്റ്ഫോർഡ് നല്ല അവെയറായിരുന്നു. അവർ നന്നായിട്ട് അവിടെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഏരിയയിലാണെങ്കിലും ഗ്രൗണ്ട് ഡ്യൂൾസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും ട്രാൻസിഷനിൽ എങ്ങനെ ലിവർപൂളിനെ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള കാര്യത്തിലാണെങ്കിലും എല്ലാം അവരവിടെ നന്നായിട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ അതാണ് അവരെക്കുറിച്ച് ടോട്ടലി പറയാനുള്ളത്. പിന്നെ അറ്റാക്കിംഗ് സൈഡിലേക്ക് വരുന്ന സമയത്ത് അറിയാലോ, അവർ സ്വാഭാവികമായിട്ടും ഒരുപാട് ലോങ് ബോൾസ് കൊടുക്കും. കാരണം ഹയർ അപ്പ് ദ പിച്ചിലേക്ക് ലിവർപൂൾ ടോട്ടലി പുഷ് ചെയ്യുന്ന സമയത്ത് എംബ്യൂമോനെയും വിസേനെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും ബ്രെൻറ്റ്ഫോർഡ് ഒരുപാട് ബോൾസ് അങ്ങോട്ട് കൊടുക്കും. പക്ഷേ എന്താ പറയുക, അവർക്ക് ഒരു ലാക്ക് ഓഫ് പേസ് ആണോ എന്താണെന്ന് അറിയില്ല, അവർക്ക് ആ ബോൾസ് ഒന്നും കാര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴും എംബ്യൂമോ ഐസൊലേറ്റ് ആയി പോവുക, ഇനിയിപ്പോൾ വിസയാണെങ്കിൽ വിസ ഐസൊലേറ്റ് ആയി പോവുക. അതായത് ഒരു കൗണ്ടർ വരുന്ന സമയത്ത് എംബ്യൂമോ ഒറ്റപ്പെട്ടു പോകുന്നു, അദ്ദേഹത്തിന് സപ്പോർട്ടിന് ഒരാളില്ല. അതായത് ഇപ്പോൾ കൗണ്ടർ വരുന്ന സമയത്ത് ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ചാൻസസ് ബെറ്ററായിട്ട് ഡെഫിനറ്റ്ലി ബ്രെൻറ്റ്ഫോർഡിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. പല സമയത്തും 2 ആളൊക്കെ കൗണ്ടറിന് വരുന്ന സമയത്ത് അവിടെ ബ്രെൻറ്റ്ഫോർഡ് അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് എംബ്യൂമോൻ്റെ കൂടെ വിസ അല്ലെങ്കിൽ എംബ്യൂമോൻ്റെ കൂടെ ഡാംസ്ഗാർഡൊക്കെ ഉള്ള സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റ് അവിടെ വരുന്നുണ്ട്. പക്ഷേ ഇവർ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ആ ഒരു അറ്റാക്ക് നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലിവർപൂളിന് കഴിയുന്നുണ്ട്. പിന്നെ നമ്മൾ ലിവർപൂളിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു ബ്രില്യൻ ഡിസ്പ്ലേ അവർ കാഴ്ചവെച്ചിട്ടുണ്ട്, എക്സെപ്റ്റ് ദ ഫൈനൽ തേർഡ് എന്ന് പറയാം. ഇപ്പം ഗോൾ കീപ്പർ സൈഡ് നോക്കുകയാണെങ്കിൽ അലിസൺ കുറച്ച് ക്രൂഷ്യൽ സേവുകൾ നടത്തുന്നുണ്ട്. ഡിഫൻസ് ഭയങ്കര സ്റ്റേബിളായിരുന്നു കേട്ടോ. അതായത് എസ്പെഷ്യലി എടുത്ത് പറയുന്നത് കൊനാട്ട ആൻഡ് വാൻഡൈക്ക് ബ്രില്യൻ്റ് ആയിരുന്നു. വാൻഡൈക്കിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കൊനാട്ട ആ ഒരു ഫിറ്റ്നസ് പ്രശ്നത്തിനൊക്കെ ശേഷം തിരിച്ചെത്തിയിട്ട് നല്ല പെർഫോമൻസ് ആൾ ഡെലിവർ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഈ എംബ്യൂമൊക്കെ കൗണ്ടർ ചെയ്യുന്ന സമയത്ത്, എംബ്യൂമൊക്കെ ഡയറക്റ്റ് ബോൾസ് റിസീവ് ചെയ്തിട്ട് ആ റൺസ് കിട്ടുന്ന സമയത്തൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് ആളെ സേവ് ചെയ്യാൻ, ആളെ സ്റ്റോപ്പ് ചെയ്യാൻ, അതുപോലെ ചില ലൂയിസ് പോർട്ടറിൻ്റെ അറ്റാക്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും കൊനാട്ടയ്ക്ക് കഴിയുന്നുണ്ട്. കൊനാട്ട കാര്യമായിട്ട് സ്റ്റെപ്പപ്പ് ചെയ്തു, ടീമിനെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ട്രെൻഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ട്രെൻഡും വലിയ കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ പല സമയത്തും ആൾക്ക് സപ്പോർട്ട് ഇപ്പം എലിയോട്ടിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും സോബോസ്ലൈൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഇൻ്റർസെപ്ഷൻ ഒരു ടാക്കിള് അർണോൾഡ് നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് മാച്ചിൽ. ഒരു പക്ഷേ അവിടെ അർണോൾഡ് വന്നിട്ട് ആ ബോൾ അവിടെ ടാക്കിൾ ചെയ്ത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ മേ ബി അലിസണോടൊരു 1v1 സിറ്റുവേഷൻ ബ്രെൻറ്റ്ഫോർഡിൻ്റെ പ്ലെയർക്ക് അവിടെ കിട്ടിയേനെ. സോ അത്ര മോശമില്ലാത്തൊരു പെർഫോമൻസ് അർണോൾഡ് നടത്തിയിട്ടുണ്ട്. അർണോൾഡിൻ്റെ അറ്റാക്കിംഗ് പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് പറയാം. പിന്നെ ലെഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് സിമിക്കാസാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ റോബർട്ട്സണെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ വാൻഡൈക്കിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, വൺസ് അഗൈൻ ക്ലാസ് പെർഫോമൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഗ്രാവൻ ബാച്ച് ഗംഭീരമായിരുന്നു. എങ്ങനെയാണ് ഈ മനുഷ്യൻ എല്ലാ മാച്ചിലും ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഔട്ട്പുട്ട് തരുന്നത്?
അത് ലിവർപൂളിന് ഒരു അനുഗ്രഹമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു അനുഗ്രഹമാണ്. പക്ഷേ ആൾക്കൊരു ബാക്കപ്പ് ഇല്ലാത്തതൊരു പ്രശ്നമാണ്. ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വീക്ക് ഇൻ ആൻഡ് വീക്ക് ഔട്ട് ആൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ടയേർഡാവും. ഇഞ്ചുറി കൺസേൺസ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ലിവർപൂൾ ഭയങ്കരമായിട്ട് സഫർ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ ആൾക്കൊരു റിപ്ലേസ്മെൻറ്റിനെ FSG ആ ഒരു ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് ഇറങ്ങി, റിപ്ലേസ്മെൻറ്റിനെ എന്നല്ല ഒരു ബാക്കപ്പ് ഓപ്ഷനെങ്കിലും FSG ആ ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് ഇറങ്ങിയിട്ട് സൈൻ ചെയ്യണമെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ, ഈ ഒരു പ്രീമിയർ ലീഗിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മേപ്പെട്ട് നോക്കി നിന്നിട്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, സോ അവിടെ ഗ്രാവൻ ബാച്ച് ആണെങ്കിൽ മാക്കലിസ്റ്റർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. സോബോ പറയേണ്ട ആവശ്യമില്ല, അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ആളാണ് ആ ഒരു മിഡ്ഫീൽഡിനും അറ്റാക്കിനും കൃത്യമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതും കാര്യമായിട്ടുള്ള ത്രെറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നതൊക്കെ. അപ്പം ഈ മിഡ്ഫീൽഡ് സ്റ്റെപ്പപ്പ് ചെയ്തിടത്തോളം ഫൈനൽ തേർഡ് സ്റ്റെപ്പപ്പ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. എസ്പെഷ്യലി ഗ്യാക്പോ ആൻഡ് ഡയാസിൻ്റെ അടുത്ത് ഒരു പാത്തറ്റിക് ഡിസ്പ്ലേ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നല്ല ചാൻസുകൾ ഗ്യാക്പോക്ക് കിട്ടുന്നുണ്ട്, എന്നാൽ ഗ്യാക്പോ ഇതൊന്നും ക്യാപിറ്റലൈസ് ചെയ്തില്ല. ഗ്യാക്പോക്ക് ഒരു ഗോളോ 2 ഗോളൊക്കെ അടിക്കാനുള്ള നല്ല ചാൻസുകൾ കിട്ടുന്നുണ്ട്, 1v1 സിറ്റുവേഷൻസ് കിട്ടുന്നുണ്ട്, പക്ഷെ നിരാശപ്പെടുത്തി കളഞ്ഞു. സോ പിന്നെ അപ്പുറത്ത് ആരാണുള്ളത്? പിന്നെ അപ്പുറത്ത് സാലയുണ്ട്. സാല 7 ചാൻസസ് ഈ മാച്ചിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സാല ഗോൾ അടിച്ചിട്ടില്ല, സാല അസിസ്റ്റ് കൊടുത്തിട്ടില്ല. എപ്പോഴും സാല ഗോൾ അടിക്കണം, സാല അസിസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർപൂൾ അവസാനം വെച്ചിട്ട് ചിലപ്പോൾ ബോട്ടിൽ ചെയ്യാൻ വരെ ചാൻസ് ഉണ്ട്. സീരിയസ്ലി സെലയിൽ ഈ ടീം ഓവർ ഡിപ്പെൻഡഡ് ആണെന്ന് നമുക്കറിയാം, സെലയിൽ, വാൻഡൈക്കിൽ, ഗ്രാവൻ ബാച്ചിലൊക്കെ. അപ്പോൾ ഈ ഇതിൽ സെലൻ്റെ കേസ് പറയുമ്പോൾ സെലൻ്റെ അടുത്ത് നിന്നുള്ളൊരു ഔട്ട്പുട്ടിന് വേണ്ടി മാത്രം അവർ വെയിറ്റ് ചെയ്യരുത്. ബാക്കിയുള്ള അറ്റാക്കേഴ്സ് അതിനനുസരിച്ച് സ്റ്റെപ്പ് ചെയ്യണം. എസ്പെഷ്യലി ലൂയിസ് ഡിയാസ് ആൻഡ് ഗ്യാക്പോ, ഇവരാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർ. ഇവരാണ് സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഗോളുകൾ കൊടുക്കണം, ഇവർ അസിസ്റ്റുകൾ കൊടുക്കണം. അല്ലാത്ത പക്ഷം ഇന്നലത്തെ പോലെ ഫൈനൽ തേർഡ് സ്ട്രഗിൾ ചെയ്യും. അല്ലെങ്കിൽ ബിഗ് മാച്ചിലേക്ക് പോകുന്ന സമയത്ത്, സ്ട്രോങ്ങർ സൈഡുകൾക്കെതിരെ പോകുന്ന സമയത്ത് ഈ ടീം അങ്ങോട്ട് എക്സ്പോസ്ഡ് ആയി പോകും. സെലനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിവർപൂളിൻ്റെ അറ്റാക്കിനെ ടോട്ടലി കട്ട് ഓഫ് ചെയ്യാം എന്നുള്ള ഫീലിംഗ് എല്ലാവർക്കും വരും. പിന്നെ അത് വെച്ചിട്ട് ചിലപ്പോൾ പ്രീമിയർ ലീഗിലും അറിയാലോ, പ്രീമിയർ ലീഗിലും ടീമുകൾ ചിലപ്പോൾ ലിവർപൂളിനെ പൂട്ടിക്കളയും. വല്ലാണ്ട് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ, ബാക്കിയുള്ള അറ്റാക്കേഴ്സ് ഒട്ടും സ്റ്റെപ്പപ്പ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അതായിരുന്നു മാച്ചിലെ പ്രധാന പ്രശ്നം. ആ ഫൈനൽ തേർഡ് അതിനൊത്ത് സ്റ്റെപ്പപ്പ് ചെയ്തില്ല. സെലയിൽ ഓവർ ഡിപ്പെൻഡഡ് ആയിപ്പോയി. സെല ക്രിയേറ്റ് ചെയ്ത ചാൻസസ് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പോൾ ഗെയിം ചേഞ്ചറായിട്ട് വരുന്നത് ആരാണ്? ഗെയിം ചേഞ്ചറായിട്ട് വന്നിട്ടുള്ളത് ഡാർവിൻ ന്യൂനസും ഹാർവി എലിയോട്ടും ഒക്കെയാണ്. അപ്പം ഇവരുടെ ഒരു ബ്രില്യൻ ഡിസ്പ്ലേ കണ്ടത്. അതുപോലെ തന്നെ കിയാസിനെ കുറിച്ചും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ലൂയിസ് ഡിയാസിന് പകരം ഡാർവിൻ ന്യൂനസ് ഗ്രൗണ്ടിലേക്ക് എത്തി. അതുപോലെ സോബോനെ പിൻവലിക്കുന്നുണ്ട്. സോബോക്ക് പകരം അവിടെ എലിയോട്ട് വരുന്നു. അതുപോലെ തന്നെ ജോൺസ് വരുന്നുണ്ട് മാക്കിന് പകരം. മാക്കും സോബോക്ക് നല്ല കളിയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവർ ഗ്രൗണ്ടിലേക്ക് എത്തിയതിന് ശേഷം ആ ഒരു 90-ാം മിനിറ്റിന് ശേഷമാണ് 2 ഗോള് വരുന്നത്. ഫസ്റ്റ് ഗോൾ എങ്ങനെയാണ് വരുന്നത്? അവിടെ ഒരു ട്രെൻറ്റ് ആൻഡ് എലിയോട്ട് കോമ്പിനേഷനാണ്. അപ്പം ട്രെൻറ്റ് ഒരു ബോൾ എടുത്ത് വരുന്നു, എലിയോട്ടിന് കൊടുക്കുന്നു. എലിയോട്ട് അത് ബോക്സിലേക്ക് കൊടുക്കുകയാണ്. ട്രെൻറ്റിൻ്റെ പ്രോപ്പറായിട്ടുള്ള റണ്ണ് ആൻഡ് ഒരു നല്ല പാസ് ഡാർവിൻ ന്യൂനസിലേക്ക്. ന്യൂനസ് അത് കൺവേർട്ട് ചെയ്യുന്നു. ന്യൂനസ് കൃത്യമായിട്ടുള്ള സമയത്ത് സ്റ്റെപ്പപ്പ് ചെയ്തു എന്ന് പറയാം. ഈ ടീമിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേൾക്കുന്ന ഒരു പ്ലെയറാണ്, ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസ് മിസ് ചെയ്തിട്ടുള്ളൊരു പ്ലെയറാണ് ഡാർവിൻ ന്യൂനസ്. പക്ഷേ ടീമിന് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്ത് ഇപ്പോൾ ആൾ കൃത്യമായിട്ട് സ്റ്റെപ്പപ്പ് ചെയ്തു, ഒരു ഗോള് ഡെലിവർ ചെയ്തു, ടീമിനെ രക്ഷിച്ചു ഡാർവിൻ ന്യൂനസ്. സോ നല്ലൊരു ഡിസ്പ്ലേ ആണ് ആളവിടെ നടത്തിയിട്ടുള്ളത്. അപ്പം അവിടെ ഒരു പൊസിഷനിങ് ഉണ്ടല്ലോ, അതായത് ഒരു സ്ട്രൈക്കർ എവിടെ പൊസിഷൻ ചെയ്യണം എന്നുള്ള കാര്യം അദ്ദേഹത്തിനോട് കൃത്യം അറിയായിരുന്നു. അദ്ദേഹത്തിന് അറിയാം ട്രെൻറ്റിൻ്റെ ബോൾ എങ്ങോട്ട് വരും, കൃത്യമായിട്ട് ഫ്ലക്കൻ്റെ മുന്നിൽ ആൾ പോയി പൊസിഷൻ ചെയ്തു, ഗോൾ അടിച്ച് കയറ്റി. ആ ഒരു പൊസിഷനിങ് ന്യൂനസിൻ്റെ അടുത്ത് പലപ്പോഴും കിട്ടും. ഫിനിഷിങ് മോശമാണെങ്കിലും അത് ഫിനിഷിങ് മോശമായതൊരു പ്രശ്നമാട്ടോ. അതായത് ഈ മാച്ച് വെച്ച് പറയില്ല, മുന്നത്തെ മാച്ചിൽ ആളുടെ ഫിനിഷിങ് മോശമായിരുന്നു, അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്നൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലൂയിസ് ഡിയാസിനാണ് അല്ലെങ്കിൽ ഇപ്പം ആ ഒരു സ്ട്രൈക്കർ റോള് ലിവർപൂൾ പരീക്ഷിക്കാറുള്ളത്. ഡിയാസിൻ്റെ പൊസിഷനിങ് ഒന്നും അത്ര സുഖമില്ല, കാരണം ആളൊരു നാച്ചുറൽ സ്ട്രൈക്കറല്ല. അപ്പം ലിവർപൂളിന് കൂടുതൽ ചാൻസ് കൺവേർട്ട് ചെയ്ത് ട്രോഫിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറെ വേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതായത് ആ ഒരു മൊമെൻറ്റിൽ ന്യൂനസ് ഒരു പക്ക പോച്ചറെ പോലെ പൊസിഷൻ ചെയ്തല്ലോ, അങ്ങനെ എല്ലാ ബോളിനും പൊസിഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ലിവർപൂളിന് അത്യാവശ്യമാണ്. അറിയാം ഇപ്പോൾ സെല കൊടുക്കുന്ന ബോളിന് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു ഗോൾ പോച്ചർ അവിടെ ഇല്ല അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പലപ്പോഴും ഗ്യാക്പോ റിലീസ് ചെയ്യുന്ന ബോളുകൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വേട്ടക്കാരനില്ല ബോക്സിൽ, അതാണ് മെയിൻ പ്രശ്നം. അപ്പം അത്തരത്തിലുള്ള ഒരാളുടെ കുറവുണ്ട് എന്ന്
വീണ്ടും വീണ്ടും ഓരോ മാച്ച് കഴിയുന്തോറും നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ലിവർപൂളിൽ. സോ അത് അവരെങ്ങനെയും പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴും സ്റ്റെപ്പപ്പ് ചെയ്യുന്നൊരു പ്ലെയർ അല്ല ന്യൂനസ് ഇൻകൺസിസ്റ്റൻ്റ് ആണ്, നമുക്കറിയാം. ആളുടെ ഓഫ് ദ ബോൾ റൺസ് ബ്രില്യൻ്റ് ആണ്, ആളുടെ ലിങ്കപ്പ് പ്ലേ ബ്രില്യൻ്റ് ആണ്. പക്ഷേ ഫിനിഷിങ്ങിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല നമ്മുടെ ന്യൂനസ് എന്ന് പറയുന്നത്. സോ അവിടെ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ വേണം. അത് ആണ് മെയിനായിട്ട് ഞാൻ പറയാൻ വന്നത്. അങ്ങനെ ആ ഒരു എലിയോട്ട് ട്രെൻഡ് കോമ്പിനേഷനിൽ നിന്ന് ന്യൂനസ് സ്കോർ ചെയ്യാണ്. രണ്ടാമത്തെ ഗോൾ വരുന്നത് എങ്ങനെയാണ്, അതുവരെ ബാക്കിൽ മാത്രം ബോഡീസ് ഇങ്ങനെ സെറ്റിലപ്പ് ചെയ്ത് വെച്ചിരുന്ന ബ്രെൻറ്റ്ഫോർഡ് ആ ഒരു ഗോൾ വഴങ്ങിയതിന് ശേഷം അപ്പ് ഫ്രണ്ടിലേക്ക് പോയി, അവർ ഫ്രണ്ട് ഫുട്ടിലേക്ക് കയറി അത് കൃത്യമായിട്ട് ലിവർപൂൾ യൂസ് ചെയ്തിട്ട് ആ രണ്ടാമത്തെ ഗോൾ അടിക്കുകയാണ്. അവിടെ ബ്രില്യൻ്റായിട്ട് ഫെഡറിക്കോ കിയേസ ബോൾ ക്യാരി ചെയ്ത് വരുന്നു. അത് ആർക്കാണ് കൊടുക്കുന്നത്? ഹാർവി എലിയോട്ടിനാണ് കൊടുക്കുന്നത്. എലിയോട്ട് ടു ആർക്ക്? ന്യൂനസ് സ്കോർ ചെയ്യുന്നു. അങ്ങനെ 2-0 വിജയം അവർ നേടുകയാണ്. നല്ലൊരു റണ്ണാണ് അവിടെ കിയേസ് നടത്തിയത്. ആൻഡ് അഗെയിൻ എലിയോട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ന്യൂനസിൻ്റെ സ്കോർ. അപ്പം അദ്ദേഹം കൊണ്ടുവന്ന എല്ലാ സബ്സ്റ്റിറ്റ്യൂഷൻസും അവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അത് തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് നമ്മുടെ ഹാർവി എലിയോട്ടിൻ്റെ പെർഫോമൻസ് ആണ്. ഹാർവി എലിയോട്ട് എന്ന് പറയുന്നത് ഈ ആർനെ സ്ലോട്ടിൻ്റെ സിസ്റ്റത്തിൽ സ്ഥാനമില്ലാത്തൊരു പ്ലെയർ ആണെന്നാണ് റിപ്പോർട്ട്സ് എല്ലാം പറയുന്നത്. ആർനെ സ്ലോട്ടിന് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് അത്രേ സിസ്റ്റത്തിൽ സ്ഥാനമില്ല, അപ്പോൾ പുതിയ ക്ലബ്ബ് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു പ്ലെയറാണ് ആൾ. ലിവർപൂളിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് സമയത്ത് വന്ന് സ്റ്റെപ്പപ്പ് ചെയ്തു, നല്ലൊരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളതൊക്കെ നമ്മളെന്തായാലും കണ്ടറിയണം. പിന്നെ കിയേസക്ക് കുറച്ചുകൂടി ടൈം അധികം കൊടുക്കേണ്ടതായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫൈനൽ തേർഡ് ഇത്രയും നിരാശപ്പെടുത്തുകയാണെങ്കിൽ കിയേസക്ക് ചാൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് കിയേസ് സ്റ്റെപ്പപ്പ് ചെയ്യുകയോ ഇല്ല എന്നുള്ളത് നമുക്കെന്തായാലും കണ്ടറിയണം. അപ്പം പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഒരു ഹ്യൂജ് 3 points ആണ് ലിവർപൂളിന് കിട്ടിയിട്ടുള്ളത്. ഏകദേശം ഡ്രോ ആവും എന്നുള്ള ആ ഒരു ലെവലിലേക്ക് എത്തി. പക്ഷേ കൃത്യസമയത്ത് ന്യൂനസും ഹാർവി എലിയോട്ടും ഒക്കെ അവതരിച്ചിട്ട് ടീമിനെ അങ്ങോട്ട് രക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ട്രെൻഡിൻ്റെ കാര്യം എടുത്ത് പറയണം. ട്രെൻഡ് ആ ഒരു അറ്റാക്കിംഗ് സൈഡിലേക്ക് പോയിട്ട് നല്ല രീതിക്കുള്ള ഇമ്പാക്റ്റാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ക്രൂഷ്യലായിട്ടുള്ള ഒരു അസിസ്റ്റും ആളവിടെ കൊടുത്തിട്ടുണ്ട്. സോ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല പെർഫോമൻസും ഒരു ബിഗ് 3 points നേടാൻ വേണ്ടി കഴിഞ്ഞു. ആ ഒരു ഫൈനൽ തേർഡിൻ്റെ ആ ഒരു ഡിപ്പ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ തരക്കേടില്ലാത്ത പെർഫോമൻസാണ് നമ്മൾ ലിവർപൂളിൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുള്ളത്. ആൻഡ് അനദർ ഹ്യൂജ് ഡിസപ്പോയിൻമെൻറ്റ് ഫോർ ബ്രെൻറ്റ്ഫോർഡ്. ഹോമിൽ അവർ 90-ാം മിനിറ്റിൽ ഗോൾ കൺസീഡ് ചെയ്തു, പിന്നെ 95-ാം മിനിറ്റിൽ ഗോൾ കൺസീഡ് ചെയ്തു. അത് ഹ്യൂജ് ഡിസപ്പോയിൻമെൻ്റ് ആണ് അവരെ സൈഡിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.